നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം കലക്കലിൽ ശക്തമായി നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മന്ത്രിസഭാ യോഗത്തിലാണ് കെ രാജൻ നടപടി ആവശ്യപ്പെട്ടത്. തുടരന്വേഷണ സാധ്യത തള്ളാതെ മുഖ്യമന്ത്രി. കയ്പമംഗലത്ത് യുവാവിനെ കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയ ചലച്ചിത്ര നടൻ സിദ്ദിഖിനായി വ്യാപക തിരച്ചിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നലെ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. ലൈംഗിക പീഡന പരാതിയിൽ ചലച്ചിത്ര നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കടവല്ലൂർ പാടത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് ആശങ്കയിലായി കർഷകർ. സർവകാല റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില. പവന് 480 രൂപ വർദ്ധിച്ച് 56,480 രൂപയായി. 7,060 രൂപയാണ് ഗ്രാമിന്റെ വില. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം. സ്കൂളിലെ അടുക്കളയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. സ്കൂൾ ബസിന്റെ ടയറുകൾ പഞ്ചറാക്കിയ നിലയിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ പറവട്ടാനി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിനു സമീപം വിരണ്ടോടിയ പോത്ത് പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. തോട്ടുപാലം ഏജ് റീജൻസിക്ക് പിൻവശത്തെ പറമ്പിൽ മേയാൻ വിട്ട പോത്താണ് വിരണ്ടത്. സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി മനുഷ്യചങ്ങലയും ശുചിത്വ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന യോഗം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം NSS ദിനം ആചരിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ രോഹിണി, അസിസ്റ്റന്റ് ഓഫീസർ രശ്മി ജി നായർ, ദീപ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് വ്യാഴാഴ്ച കൊടിയേറും. ഫാദർ യൂഹന്നാൻ കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിക്കും. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിക്ക് നിർമ്മിച്ച വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഴമയുടെ അടയാളമായി നിലകൊള്ളുന്ന നവീകരിച്ച ചുക്കു ബസാർ വഴിയമ്പലത്തിൽ സർഗസംഗമം നടത്തി. സാംസ്കാരിക സംഗമം ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളി പുലിക്കണ്ണയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. വേലുപ്പാടം കിടർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ സക്കീറിനാണ് പരിക്കേറ്റത്. മണ്ണുത്രക്കോവിൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്രക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനത്ത് നടന്ന ഓണാഘോഷം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് കല്ലിടവഴി റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് CPM അന്തിക്കാട് കിഴക്ക് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ESI ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ BMS ധർണ നടത്തി. BMS ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണ BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാർച്ച് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വഴക്കുംപാറയിൽ കാർ തടഞ്ഞ യുവാക്കളെ ആക്രമിച്ച് 1 കിലോ സ്വർണം കവർന്നു. തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണി, സുഹൃത്ത് റോജി എന്നിവരെ ആക്രമിച്ചാണ് 3 വാഹനങ്ങളിലായി എത്തിയ സംഘം സ്വർണം കവർന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ട് തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഒരു ദേവസ്വത്തെയും പഴിചാരാനില്ലെന്നും സുനിൽകുമാർ. കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് IEEയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ടെക് ഫെസ്റ്റ് ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും.
തൃശൂർ പൂരം കലക്കിയതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൂരം കലക്കിയത് എഡിജിപിയുടെ പ്ലാൻ പ്രകാരമാണെന്നും വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ മികച്ച കാർഷിക മാധ്യമ റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ TCV പാവറട്ടി ബ്യൂറോ റിപ്പോർട്ടർ ബിജോയ് പെരുമാട്ടിലിനെ വടക്കേ കോഞ്ചിറ പാടശേഖര സമിതി ആദരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ലോക ഫാർമസിസ്റ്റ് ദിനത്തിൽ ഫാർമസിസ്റ്റുകളായ ഷക്കീർ നിഷിദ് ദമ്പതികളെ അനുമോദിച്ചു. മണപ്പുറം സമീക്ഷ ചെയർമാൻ സജീവൻ MP ഉദ്ഘാടനം ചെയ്തു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DVSP സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടന്നു. തൃശൂർ ജനറൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീണ്ടൂർ സ്വദേശി MG മുഹമ്മദ് ഹാദിയെ കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മെമന്റോ നൽകി. 12 വർഷം കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകാത്തതിനെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിലെ BRD ഓഫീസിന് മുൻപിൽ വയോധികൻ കുത്തിയിരിപ്പ് സമരം നടത്തി. വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ ബെയിൻസ് ആണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞാണി യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് ബിജു C ശങ്കുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി. ചിറ്റാറ്റുകര ബ്രാഞ്ച് സമ്മേളനം CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച പോഷൻ മാ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ അധ്യക്ഷയായി. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ തൃശൂർ ചിന്മയ വിദ്യാലയത്തിൽ നടന്നുവന്നിരുന്ന ദശദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ബേക്കറി യൂണിറ്റിന്റെ മാലിന്യ ടാങ്കിലിറങ്ങിയ 2 തൊഴിലാളികൾ മരിച്ചു. സുനിൽ, ജിതേഷ് എന്നിവരാണ് മരിച്ചത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു. ഹോളി ഫാമിലി CGHSS ചെമ്പൂക്കാവ് സ്കൂളിൽ NSSഉം തൃശൂർ മെഡിക്കൽ കോളേജും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ തൃശൂർ ജില്ലയിലെ മികച്ച പ്രോഗ്രാം ഓഫീസറായി PP സന്ധ്യയെ തിരഞ്ഞെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് PP സന്ധ്യ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.